Good morning, everyone. Yeah, morning. Okay, how are you all? Have you had your breakfast? Yes. Okay. Yeah, നമ്മള് expressions ആയിരുന്നു അല്ലെ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. സോ ഇവിടെ വരെ എഴുതി ഒന്ന് പറയാമോ എങ്കിലും? ഇവിടെ വരെയാണ് നമ്മൾ എക്സ്പ്രഷൻസ് എഴുതിയത്. Supposed to. Supposed to. Okay. Yeah. Another expression equal subject plus auxiliary plus auxiliary എന്ന് പറയുമ്പോൾ present tense യൂസ് ചെയ്യുന്ന auxiliaries ആണ് is, am, are plus likely. Okay, likely. Subject plus is, am, are plus likely to. Likely to കൂടെ to ഉണ്ട്. Likely to plus V1. Subject plus auxiliary plus likely to plus V1. Okay, likely to ന്റെ മീനിങ് വരാം അങ്ങനെ ചെയ്യാൻ സാധ്യതയുണ്ട്. ഓക്കെ, അങ്ങനെ ചെയ്യാൻ സാധ്യതയുണ്ട് ആ ഒരു മീനിങ് ആണ്. അങ്ങനെ ചെയ്യാൻ സാധ്യതയുണ്ട്, അങ്ങനെ ചെയ്യാൻ ചാൻസ് ഉണ്ട് ആ ഒരു മീനിങ് ആണ്. എക്സാമ്പിൾ, he is likely to arrive today. He is likely to turn up today. He is likely to turn up today. ഇവിടെ is likely to turn up today. ഇവിടെ ടേൺ എന്ന് പറയുന്നത്, ടേൺ അപ്പ് എന്ന് പറയുന്ന മീനിങ് അറൈവ് എന്നാണ്. ഓക്കെ, ടേൺ അപ്പ് ടുഡേ എന്ന് പറയുമ്പോൾ അറൈവ് ടുഡേ എന്നാണ് വരാ മീനിങ്. ഓക്കെ, അതായത് he is likely to arrive today എന്നും പറയാം, turn up today എന്നും പറയാം. ഓക്കെ, he is likely to turn up today. എന്താണ് അത് മീനിങ്? എന്താണ്? അവൻ വരാൻ ചാൻസ് ഉണ്ട് എന്നാണ്. അവൻ വരാൻ ചാൻസ് ഉണ്ട്, എത്താൻ ചാൻസ് ഉണ്ട്. അറിയാൻ മീൻസ് എത്തുക, അവിടെ ആ ഒരു മീനിങ് ഉണ്ട്. അപ്പൊ എത്താൻ സാധ്യതയുണ്ട് എന്നാണ്. ഓക്കെ, is likely to turn up today. ഇനി നെക്സ്റ്റ്, we are likely to call off the proposed strike. We are likely to call off we are likely to call off the proposed strike. Proposed strike സമരമാണ്. ഓക്കെ, എന്താണ്? ഞങ്ങൾ മുന്നോട്ട് വെച്ച സമരം പിൻവലിക്കാൻ സാധ്യതയുണ്ട്, ആ ഒരു മീനിങ് ആണ് വരാം. ഓക്കെ, സാധ്യതയുണ്ട്. We are likely to call off the proposed strike. ഓക്കെ, അപ്പൊ ഈ രീതിയിലാണ് നമ്മള്
എക്സാമ്പിൾസ് ക്രിയേറ്റ് ചെയ്യാം. ലൈക്ലി ടുവിന്റെ മീനിങ് വരാം എന്താണ്, സാധ്യതയുണ്ട് എന്നാണ്. ഓക്കെ, ക്ലിയർ ആണോ എല്ലാവർക്കും? ക്ലിയർ ആണോ? സോ ഒരു കാര്യം ചെയ്യൂ, എക്സാമ്പിൾസ് ക്രിയേറ്റ് ചെയ്ത് നോക്കി. ഓക്കെ, ഒന്ന് ക്രിയേറ്റ് ചെയ്യൂ. ലൈക്ലി ടു വെച്ചിട്ട് എക്സാമ്പിൾസ് മേക്ക് ചെയ്യൂ. എക്സാമ്പിൾസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടോ? ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് ലാസ്റ്റ് ചെയ്യാം. അടുത്തൊരു എക്സ്പ്രഷൻ എഴുതിക്കോളൂ. വാട്ട് അബൌട്ട്. വാട്ട് അബൌട്ട് എന്ന് പറയുന്ന എക്സ്പ്രഷൻ ആണ്. വാട്ട് അബൌട്ട്. വാട്ട് അബൌട്ട്. വാട്ട് അബൌട്ട് എന്ന് ചോദിക്കുമ്പോ അത് ഒരു അന്വേഷണം അല്ലെങ്കിൽ ഒരു എൻക്വയറി അല്ലെങ്കിൽ ഒരു സജഷൻ എന്തും ആവാം. ആ ഒരു രീതിയിലാണ് വാട്ട് അബൌട്ട് വരാം. ഇപ്പോ വാട്ട് അബൌട്ട് എ കപ്പ് ഓഫ് ടീ എന്ന് ചോദിക്കുന്നത് ഒരു സജഷൻ ആണ് അല്ലെ. ചായ എടുത്താലോ എടുക്കട്ടെ, അല്ലെങ്കിൽ നമുക്ക് എടുക്കട്ടെ, ആ ഒരു മീനിങ് ആണ് അല്ലെ. ഒരു സജഷൻ ആണെന്ന് പറയാം. അപ്പൊ വാട്ട് അബൌട്ട് എ കപ്പ് ഓഫ് ടീ എന്ന് ചോദിക്കാം. Then what about a picture tonight? നമുക്ക് സിനിമയ്ക്ക് പോയാലോ, ആ ഒരു മീനിങ്ങിലാണ് വരാറ്. What about a picture tonight? What about a picture tonight? What about a cup of tea? What about a cup of tea? Then what about your family? What about your family? What about your family? ഇതൊക്കെ ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. എല്ലാം ക്വസ്റ്റ്യൻ ആണേ. What about your family? അതൊരു അന്വേഷണമാണ്, എൻക്വയറി ആണ്. ഫാമിലി എന്തൊക്കെയുണ്ട്, വിശേഷമായിട്ടുള്ള ഫാമിലി എങ്ങനെയുണ്ട്, സുഖമായിട്ടിരിക്കുന്നു, അങ്ങനെ ആ ഒരു അന്വേഷണമാണ് ശരിക്കും നമ്മുടെ വാട്ട് അബൌട്ട് വെച്ചിട്ട് പറയാം. ഓക്കെ, എഴുതി കഴിഞ്ഞ എല്ലാവരും? ഓക്കെ, അടുത്തൊരു എക്സ്പ്രഷൻ ഏതാ? ബൗണ്ട് ടു ഓർ ലയബിൾ ടു. Bound to or liable to. Bound to or liable to. അതായത് അങ്ങനെ ചെയ്യാൻ ബാധ്യസ്ഥമാണ് എന്നൊരു മീനിങ് ആണ്. ഇവിടെ ബൗണ്ട് ടു വരുന്നത് പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് പറയാനും ലയബിൾ ടു വരുന്നത് നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് പറയാനുമാണ്. അത് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ബൗണ്ട് ടു വരുന്നത് പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് പറയാനും ലയബിൾ ടു വരുന്നത് നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് പറയാനുമാണ്. ഓക്കെ, സ്ട്രക്ചർ വരുന്നത് സബ്ജക്ട് പ്ലസ് ഈസ് ആം ആർ പ്ലസ് സബ്ജക്ട് പ്ലസ് ഈസ് ആം ആർ പ്ലസ് ബൗണ്ട് ടു ഓർ ലയബിൾ ടു. Bound to or liable to plus keyword. Subject plus is am plus bound to or liable to plus keyword. Okay, ആ ഒരു രീതിയിലാണ് ഇതിന്റെ സ്ട്രക്ചർ വരുന്നത്. ഓക്കെ, എക്സാമ്പിൾ എഴുതാം. I am bound to look after my aged parents. I am bound to look after my aged parents. അതായത് എന്റെ പ്രായമായ പാരന്റ്സിനെ നോക്കാൻ ഞാൻ ബാധ്യസ്ഥയാണ്. ഓക്കെ, ആ ഒരു മീനിങ് ആണ് വരാം. ഐ എം ബൗണ്ട് ടു ലുക്ക് ആഫ്റ്റർ മൈ ഏജ്ഡ് പാരന്റ്സ്. ഞാൻ എന്റെ പാരന്റ്സിനെ ഏജ്ഡ് ആയ പാരന്റ്സിനെ നോക്കാൻ ബാധ്യസ്ഥയാണ്. ഓക്കെ,
ഇനി അതിൽ നെഗറ്റീവ് പറയണം. നെഗറ്റീവ് പറയുമ്പോൾ നമ്മള് ബൗണ്ട് ടു അല്ല യൂസ് ചെയ്യാം. ഓക്കെ, ഇപ്പോ എക്സാമ്പിൾ, ഐ എം നോട്ട് liable to run this risk. ഈ റിസ്ക് എന്ന് ഓടാൻ ഞാൻ ബാധ്യസ്ഥ അല്ല. ഓക്കെ, ആ ഒരു മീനിങ്, ബാധ്യസ്ഥ അല്ല. ഐ എം നോട്ട് liable to run this risk. I'm not liable to run this risk. ഞാൻ ഈ റിസ്ക് എന്ന് ഓടാൻ ബാധ്യസ്ഥയല്ല. ഓക്കെ, നെഗറ്റീവ് എന്നൊക്കെ അങ്ങനെ പറയാം. അല്ലാതെ നമുക്ക് ബൗണ്ട് ടു വെച്ചിട്ട് നെഗറ്റീവ് പറയണമെങ്കിൽ ഇങ്ങനെ പറയാം. I mean, no way bound to protect your interest. എന്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യാൻ ഞാൻ ബാധ്യസ്ഥയല്ല. ഓക്കെ, അപ്പൊ ബൗണ്ട് ടു വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ നെഗറ്റീവ് പറയാം. ഇനി ഇങ്ങനെ പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് പറയണമെങ്കിൽ നമുക്ക് ലയബിൾ ടു പറയാം. ഐ എം നോട്ട് ലയബിൾ ടു റൺ ദിസ് റിസ്ക്. ഐ എം നോട്ട് ലയബിൾ ടു ലുക്ക് ആഫ്റ്റർ മൈ ഏജ്ഡ് പാരന്റ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ എന്റെ ഏജ്ഡ് പാരന്റ്സിനെ നോക്കാൻ ബാധ്യസ്ഥയല്ല. ഓക്കെ, അപ്പൊ ആ ലയബിൾ ടു വെച്ചിട്ട് പറയുന്ന നെഗറ്റീവ് സെന്റൻസും ബൗണ്ട് ടു വെച്ച് പറയുന്നത് പോസിറ്റീവ് സെന്റൻസും ആണ്. ഓക്കെ, അപ്പൊ ആ രീതിയിൽ വേണം നിങ്ങൾ സെന്റൻസ് മേക്ക് ചെയ്യാൻ. ഓക്കെ, നിങ്ങൾക്ക് എക്സ്പ്രഷൻസ് പറയുന്ന എക്സ്പ്രഷൻസ് എല്ലാം ക്ലിയർ ആണല്ലോ, മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? ആണോ? ഒന്ന് റെസ്പോണ്ട് ചെയ്യാവോ? മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? കുറച്ചൊക്കെ മാക്സിമം പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. സെന്റൻസ് മേക്ക് ചെയ്യാം. മലയാളം എന്തായാലും എഴുതി വെക്കണം. കാരണം ഇപ്പൊ ക്ലാസ്സിലാണെങ്കിലും ഞാൻ പറയുമ്പോൾ ഇത് ക്ലിയർ ആകും. പക്ഷെ പിന്നീട് ക്ലാസ് കഴിഞ്ഞ് നിങ്ങൾ ബുക്ക് എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾക്ക് മലയാളത്തിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ എഴുതി വെക്കാം. ഓക്കെ, ഓരോന്നിന്റെ മീനിങ് എഴുതി വെച്ചാൽ മതി. ഇനി സ്ട്രക്ചർ നമ്മുടെ കയ്യിലുണ്ട്. അപ്പൊ സ്ട്രക്ചർ വെച്ചിട്ട് നമുക്ക് സെന്റൻസ് മേക്ക് ചെയ്യാൻ പറ്റും. കുറച്ചൊരു സിമ്പിൾ ആണ്. ഇനി നമുക്ക് അടുത്തൊരു എക്സ്പ്രഷൻ, മേ ഐ നോ. മേ ഐ നോ ക്വസ്റ്റ്യൻ ആയിരിക്കുള്ളൂ. മോസ്റ്റ്ലി ക്വസ്റ്റ്യൻ ആണ്, ഒരു പൊളൈറ്റ്നെസ് ആണ് അല്ലെ, വളരെ സൗമ്യമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും. മേ ഐ നോ. മേ ഐ നോ ഹു ഈസ് സ്പീക്കിംഗ്. എന്താണ്, ആരാണ് സംസാരിക്കുന്നതെന്ന് അറിയണം ആഗ്രഹമുണ്ട്. ആ ഒരു മേ ഐ നോ ഹു ഈസ് സ്പീക്കിംഗ്. മേ ഐ നോ ഹു ഈസ് സ്പീക്കിംഗ്. ആരാ സംസാരിക്കുന്നേ എന്നറിയാൻ, ആരാ സംസാരിക്കുന്നേന്ന് അറിയണം. അത് ഒരു പൊളൈറ്റ് ആയിട്ട് ചോദിക്കുന്നേ ഉള്ളൂ. May I know who is speaking? Speaking കഴിഞ്ഞിട്ടൊക്കെ എന്ത് വേണമെങ്കിലാണ്, കുറച്ച് സെന്റൻസ് കുറച്ചുകൂടെ ലോങ് ആയിട്ട് വേണമെങ്കിൽ സ്പീക്കിംഗ് ഓൺ ദി സ്റ്റേജ് എന്നോ എന്തെങ്കിലും ആ ഒരു നിങ്ങൾക്ക് സെന്റൻസ് മേക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, മേ ഐ നോ ഹു ഈസ് സ്പീക്കിംഗ്. മേ ഐ നോ യുവർ നെയിം. മേ ഐ നോ യുവർ നെയിം. നിങ്ങളുടെ പേര് വാട്സ് യുവർ നെയിം എന്ന് ചോദിച്ചാലും മതി. പക്ഷേ കുറച്ചുകൂടെ പൊളൈറ്റ്നെസ് ആവശ്യമാണെങ്കിൽ നമുക്ക് അങ്ങനെ ചോദിക്കാം. മേ ഐ നോ യുവർ നെയിം. May I know your name? Okay. ഇനി നമ്മള് where you are from ചോദിക്കില്ലേ, where are you from ചോദിക്കില്ലേ, അത് പൊളൈറ്റ്നെസ് ആണെങ്കിലോ may I know where you are from. May I know where you are from. May I know where you are from. Okay, അപ്പൊ ഈ രീതിയിലാണ് may I know എന്ന് പറയുന്ന എക്സ്പ്രഷൻ നമ്മൾ യൂസ് ചെയ്യണം. ഓക്കെ, വളരെ സൗമ്യമായി ചോദിക്കുക എന്നാണ് may I know എന്ന് പറയുന്ന എക്സ്പ്രഷന്റെ മീനിങ്. ഓക്കെ, ഇനി നെക്സ്റ്റ്
Do you know? അറിയാവുന്നതാണല്ലേ? Do you know? Do you know how to swim? Do you know how to arrange it? Do you know do you know when to talk to him? Do you know വെച്ചിട്ട് നമുക്ക് എന്ത് ക്വസ്റ്റ്യൻ വേണമെങ്കിൽ ചോദിക്കാം. ഓക്കെ, അപ്പൊ do you know എഴുതാം. Do you know how to swim? നിനക്ക് എങ്ങനെയാണ് നീന്തലെന്ന് അറിയാമോ? നിങ്ങൾക്ക് അറിയാമോ എന്നൊരു മീനിങ് ആണ് വരെ. നിങ്ങൾക്ക് അറിയാമോ? Do you know how to swim? Do you know how to arrange it? Okay. അപ്പൊ ആ രീതിയിൽ എക്സാമ്പിൾസ് ക്രിയേറ്റ് ചെയ്യാം. Do you know? Okay, next another expression is seems to. Seems to meaning ഒരാളുടെ സ്വഭാവം അനുസരിച്ചിട്ട് അല്ലെങ്കിൽ പാരമ്പര്യം അനുസരിച്ചിട്ട് അവൻ അങ്ങനെ ചെയ്യുമെന്നാണ് തോന്നുന്നത്. ഓക്കെ, നമ്മൾ പറയില്ല അവന്റെ സ്വഭാവം അനുസരിച്ച് അവൻ അങ്ങനെ ചെയ്യായിരിക്കും, അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്, അല്ലെ? അങ്ങനെ പറയും. ഒരാളുടെ കുറിച്ചൊരു കാര്യം പറയാ സ്വഭാവം അനുസരിച്ച് അവൻ അങ്ങനെ ചെയ്യാനാണ് ചാൻസ് എന്ന് പറയും, അല്ലെ? അപ്പൊ ആ ഒരു മീനിങ്ങിലാണ് നമുക്ക് ഈ സീംസ് ടു വരാം. അത് സിംഗുലർ സബ്ജക്റ്റ് ആണെങ്കിൽ നമ്മൾ സീംസ് ടൂയും സീംസ് എന്ന് പറയും. പ്ലൂറൽ സബ്ജക്റ്റ് ആണെങ്കിൽ നമ്മൾ സീം എന്നാ പറയാം. ഓക്കെ, സിംഗുലർ സബ്ജക്റ്റ് ആണെങ്കിൽ സീംസ് എന്നും പ്ലൂറൽ സബ്ജക്റ്റ് ആണെങ്കിൽ സീം എന്നാണ് പറയാം. ഓക്കെ, so example structure ചെയ്ത ഫസ്റ്റ് singular subject plus seem to or seems to. ഞാൻ പറഞ്ഞല്ലോ സിംഗുലർ ആണെങ്കിൽ സീംസ്, പ്ലൂറൽ ആണെങ്കിൽ സീം. അപ്പൊ ആ രീതിയിൽ നിങ്ങൾ എഴുതണം. സബ്ജക്ട് പ്ലസ് seem to or seems to plus V1. Seem to or seems to plus V1. Okay. So next ഒരു എക്സാമ്പിൾ എഴുതാം. He seems to accept that proposal. He seems to accept that proposal. അവന്റെ സ്വഭാവം അനുസരിച്ച് അവൻ പ്രപ്പോസൽ അക്സെപ്റ്റ് ചെയ്യാനാണ് ചാൻസ്. ഓക്കെ, ആ ഒരു മീനിങ് ആവുക. He seems to accept that proposal. അടുത്തൊരു എക്സാമ്പിൾ ഏതാ? They seem to come here. They seem to come here. അവരുടെ സ്വഭാവം അനുസരിച്ച് അവര് വരാനാണ് ചാൻസ്. They seem to come here. Okay. Yeah. അത്രയേ ഉള്ളൂ എക്സ്പ്രഷൻ. അതിനുശേഷം നിങ്ങൾ കുറച്ച് എക്സാമ്പിൾസ് മേക്ക് ചെയ്യണം. അടുത്തൊരു എക്സ്പ്രഷൻ കൂടെ ഏതാ? Have you heard of? Have you heard of? അങ്ങനെ കേട്ടിട്ടുണ്ടോ എന്നാണ്. Have you heard of? കേട്ടിട്ടുണ്ടോ, എന്തെങ്കിലും കുറിച്ച് കേട്ടിട്ടുണ്ടോ എന്നാണ് മീനിങ് വരാം. Have you heard of? ക്വസ്റ്റ്യൻ ആയിരിക്കും വരാം. അതായത് have you heard of Kerala? നിങ്ങൾ കേരളത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? Have you heard of Kerala? Have you heard of Shakespeare? Have you heard of his father? Okay. Have you heard of Mahabharata? അപ്പൊ അങ്ങനെ എന്തെങ്കിലും അതിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ, ആ ഒരു മീനിങ്ങിലാണ് നമ്മൾ ഹാവ് യു ഹെഡ് ഓഫ് എന്ന് പറയുന്ന എക്സ്പ്രഷൻ നമ്മൾ യൂസ് ചെയ്യാം. ഓക്കെ,
അടുത്തൊരു എക്സ്പ്രഷൻ ഏതാ? മേക്ക് ആണ്. മേക്ക്, ചെയ്യിപ്പിക്കുക. സബ്ജക്ട് പ്ലസ് മേക്ക് പ്ലസ് ഒബ്ജക്ട് പ്ലസ് V1. Subject plus make plus object plus V1. Okay. Example is I make her understand. I make her understand. ഞാൻ അവിടെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു, മനസ്സിലാക്കിപ്പിക്കുന്നു എന്നൊക്കെ പറയും. ഓക്കെ, ഐ മേക്ക് ഹർ അണ്ടർസ്റ്റാൻഡ് എന്ന് പറയാം. ഓക്കെ, ഇനി അത് പാസ്റ്റിൽ എങ്ങനെയാ പറയാം? പാസ്റ്റിൽ എങ്ങനെയാ പറയാ? ഐ മേഡ് ഹർ അണ്ടർസ്റ്റാൻഡ്. I made her understand. I made her understand. Okay. In the future ആണെങ്കിലോ ഞാൻ നമ്മൾ മനസ്സിലാക്കിപ്പിക്കാം എന്നാണെങ്കിലോ I will make her understand. I will make her understand. I will make her understand. Okay. I will make her understand. Oh, present, past, future എങ്ങനെയാണ്? I make her understand. I made her understand. I will make her understand. Okay. ആ ഒരു രീതിയിലാണ് examples വരാം. Moving on, the next example is haven't or hasn't. Haven't or hasn't. Haven't or hasn't. Structure haven't or hasn't plus subject plus V3 plus yet. Haven't or hasn't plus subject plus V3. V3 plus yet. Y-E-T yet. Y-E-T yet. Okay. Yet. Has, haven't or hasn't plus subject plus V3 plus yet. Okay. Meaning വരാ ഇതുവരെയായിട്ടും ചെയ്തില്ലേ, ഇതുവരെയായിട്ടും ചെയ്തില്ലേ എന്നില്ലേ, അതാണ് ഇതുവരെയായിട്ട് ചെയ്തില്ലേ, അവൻ ഇതുവരെയായിട്ട് വന്നില്ലേ. Hasn't she come yet? Hasn't she come yet? അവൾ ഇതുവരെയായിട്ട് വന്നില്ലേ. Hasn't she come yet? Hasn't she come yet? അവൻ ഇതുവരെയായിട്ട് പോയില്ലേ. Hasn't he gone yet? Hasn't he gone yet? Okay. അവൻ ഇതുവരെ ചെയ്ത് കഴിഞ്ഞില്ലേ എന്നിട്ടില്ലേ. Hasn't she done it yet? Hasn't she done it yet? ഇനി അവരാണെങ്കിലോ haven't they done it yet? Haven't they done it yet? Haven't they done it yet? Okay. Yeah.
അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങളൊന്ന് എക്സാമ്പിൾസ് ഒന്ന് ക്രിയേറ്റ് ചെയ്തേ. എല്ലാ എക്സ്പ്രഷൻ ഇപ്പൊ പറഞ്ഞല്ല, ഇന്ന് പറഞ്ഞ എല്ലാ എക്സ്പ്രഷൻസ് വെച്ചിട്ടും മാക്സിമം എക്സാമ്പിൾസ് ഒന്ന് ക്രിയേറ്റ് ചെയ്തേ. ക്രിയേറ്റ് ചെയ്തിട്ട് ടെക്സ്റ്റ് ചെയ്യാം. ഓക്കെ, പെട്ടെന്നാവട്ടെ. എക്സാമ്പിൾസ് ക്രിയേറ്റ് ചെയ്യൂ. നിങ്ങൾ അങ്ങനെ ക്ലാസ് ഇല്ലേ? എക്സാമ്പിൾസ് പറയൂ എല്ലാവരും. സബീന, നിഷ, ഷംസീന, എക്സാമ്പിൾസ് പറയൂ. പറഞ്ഞാ മതിയോ മാം? പറയൂ. First one, likely to. The weather is likely to increase today. What about? What about your studies? Third one, bound to and liable to. Bound to varanathu, they are bound to work in that office. She is not liable to make them happy. May I know? May I know who is gathering this party? Next, do you know? Do you know where is he working? Where he is working, no, is he working, no? Question അല്ലേ?
ഫസ്റ്റ് എന്താ വരാ? ഓക്സിലറി. Where is okay. Next seems to. Singular ആയിട്ടുള്ള she seems to fight with him. Plural, they seems to go there to meet them. റൂളില് സീം ആണ്. They seem to go there to meet them. Okay. അടുത്തത് have you heard of Taj Mahal? Next make. He make her love. He makes എന്ന് വരുമോ make എന്ന് വരുമോ? അത് മേക്സ് ആണ്. സിംഗുലർ അല്ലേ? അടുത്ത ഹാവിന്റെ അല്ലെങ്കിൽ ഹാസിന്റെ. Hasn't he passed the exam yet? Haven't they finished the work yet? ഇതില് നേരത്തെ ഒരു വേറെ പറഞ്ഞില്ലേ? സോറി, എക്സ്പ്രഷൻ വേറെ. May I know? എന്താ ചോദിച്ചത്? അത് ഓക്സിലറി ഫസ്റ്റ് അല്ല വരാം. May I know? എക്സാമ്പിൾ പറഞ്ഞേ സബീന, പറഞ്ഞ എക്സാമ്പിള്. Where is he from എന്നാണ് പറഞ്ഞേ. May I know who is gathering the party? ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചില്ലല്ലോ, അതില് ഞാൻ ആണ് ഫസ്റ്റ് വരുന്നത് പറഞ്ഞു. അതാണ് പിന്നെ ചോദിച്ചത്. അത് do you know? Yeah. Do you know? Where is he working എന്നാണ് ഞാൻ എഴുതിയത്. അത് where he is working എന്നാണോ വരുന്നത്? അങ്ങനെ വരും. He is ആണല്ലേ? he കഴിഞ്ഞിട്ടാണ് is വരുന്നത്. കാരണം അത് നേരിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നല്ലോ. അതാണ് ചോദിക്കുന്നത്. വർക്കിംഗ് ആണെങ്കിൽ ഓക്കെ, അങ്ങനെ തിരിച്ചു വരും. അല്ലാതെ വേറെ ഓൾറെഡി ക്വസ്റ്റ്യൻ ഉള്ളത് കൊണ്ട് നമുക്ക് ഇവിടെ അങ്ങനെ വേണ്ട. ഓക്കെ. സബീന 2 പ്രൊഫൈലിൽ നിന്ന് ജോയിൻ ചെയ്തിട്ടുണ്ടോ? 2 പ്രൊഫൈൽ കാണിക്കുന്നില്ല. സെയിം നെയിം വെച്ചിട്ട്. ഞാനതല്ലോ ലാപ്ടോപ്പിലും മൊബൈലിലും കയറിയിട്ടുണ്ടായിരുന്നു. അത് ഒരെണ്ണം ഡിസ്കണക്ട് ചെയ്തു. നിഷ പറയൂ. നിഷ, ആകെ 2 പേരേ ഉള്ളൂ ക്ലാസ്സില്. എന്നാലും കൂടി ജോയിൻ ചെയ്യാനായിട്ട് എനിക്ക് ക്ലാസ്സിലെടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു. ഓക്കെ, നിഷ പറയൂ. യെസ് മാം. പറയൂ നിഷ. എനിക്ക് സുഖമില്ല മിസ്, എന്നാലും ഞാൻ പറയാം. കേൾക്കുന്നുണ്ടോ? ഞാൻ കേൾക്കാം, പറഞ്ഞോളൂ. ശരിയാണോ എന്നറിയില്ല, എന്നാലും we are bound to protect our environment. ഫസ്റ്റ് മുതൽ മിസ്. They are likely to play today. What about sing a song? We are bound to protect our environment. They are not liable to finish the job. May I know the game? Do you know how to pass the exam? ബാക്കി എഴുതുന്നേ ഉള്ളൂ. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഞാൻ എല്ലാ ക്ലാസ്സിലും ചോദിക്കുന്നതാണ്, എന്തെങ്കിലും കുറിച്ച് അറിയണമെന്ന് താല്പര്യമുണ്ടോ? എന്തെങ്കിലും ഇംഗ്ലീഷിനെ ബേസ് ചെയ്തിട്ട് ഉണ്ടോ സബീന? കാരണം കുറച്ച് സ്റ്റുഡന്റേ ഉള്ളൂ, അതുകൊണ്ട് ചോദിക്കുന്നതാണ്. അത് 2 മാത്രമേ ഉള്ളൂ. അങ്ങനെ എന്തെങ്കിലും ഇംഗ്ലീഷിലെ എന്തെങ്കിലും പോർഷൻ അറിയണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഉണ്ടോ സബീന? കുഴപ്പമില്ല. അങ്ങനെ ചോദിച്ചതിനകത്ത് പറയാനല്ലേ. പ്രബീനക്ക് കുഴപ്പമില്ല, കാരണം അത്യാവശ്യം അറിയാമെന്ന് തോന്നുന്നു. പക്ഷെ എനിക്ക് അറിയാത്തത് കൊണ്ട് എനിക്ക് കുഴപ്പമാണ്.
അരിശയ്ക്ക് എന്തെങ്കിലും താല്പര്യമുണ്ട് എന്താണ് അറിയേണ്ടതെന്ന് എന്തെങ്കിലും ഇംഗ്ലീഷിനെ ബേസ് ചെയ്തിട്ട്? കാരണം കുറച്ച് ക്ലാസ്സിലേ ഉള്ളൂ, പോർഷൻസ് എല്ലാം ഇപ്പത്തിന് കംപ്ലീറ്റ് ആവും. അപ്പോ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. ഉണ്ടോ? ഒരു ഇന്റർവ്യൂവിന് നിങ്ങൾ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുക, അതൊക്കെ അറിയാം. ഇന്റർവ്യൂവിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയാം നമുക്ക്. അറിയാൻ താല്പര്യമുണ്ടോ? അല്ലെങ്കിൽ നമുക്ക് കോഴ്സ് കംപ്ലീറ്റ് ആവുന്നതിന് മുമ്പ് ഡിസ്കസ് ചെയ്യാം. കോൺവെർസേഷൻ ഒക്കെ കുറച്ച് ചെയ്തിരുന്നെങ്കിൽ നല്ലതായിരുന്നു. കോൺവെർസേഷൻ എന്താ ഉദ്ദേശിച്ച കോൺവെർസേഷൻ എന്ന് പറയുമ്പോൾ? അതായത് നമ്മളിപ്പോ രണ്ടുപേര് തമ്മിൽ സംസാരിക്കുന്നത്, ഒരാള് പറയുമ്പോ അതിന്റെ റിപ്ലൈ നമ്മൾ എങ്ങനെയാ കൊടുക്കേണ്ടതെന്നുള്ളത് പണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ പഠിക്കുന്ന സമയത്തൊക്കെ. ഞാനിവിടെ കോൺവെർസേഷൻ സ്ക്രീൻ ഷെയർ ചെയ്തിട്ടാണോ അല്ലെങ്കിൽ ഓൺ സ്പോട്ടിലാണോ? എങ്ങനെ വേണമെങ്കിലും ആവും. സ്ക്രീൻ ഷെയർ ചെയ്യുമ്പോഴത്തേക്ക് കൂടുതലുള്ള കുട്ടികൾ എനിക്ക് തോന്നുന്നു ഗൂഗിളിലൊക്കെ നോക്കിയിട്ട് ആൻസർ ചെയ്യാൻ തോന്നുന്നു. സ്പോട്ടിലാകുമ്പോ അവര് സ്വന്തമായിട്ട് തന്നെ ആൻസർ പറയാൻ ട്രൈ ചെയ്യും. ഓക്കെ, നമുക്ക് ട്രൈ ചെയ്താം. പക്ഷെ ഒരു കാര്യമുണ്ട്, നിങ്ങൾ രണ്ടുപേരും മാത്രമേ ഉണ്ടാവും ക്ലാസ്സിൽ. അങ്ങനെയുണ്ട്, വേറെ ആരും ഉണ്ടാവില്ല, ആരും പ്രതീക്ഷിച്ചില്ല. രണ്ടുപേരെ ഉണ്ടാവുള്ളൂ. നിങ്ങളോട് മാത്രമേ ഞാൻ ചോദിക്കേണ്ടി വരും. നമുക്ക് നോക്കാം. അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഒന്ന് പ്രാക്ടീസ്, നിങ്ങൾ രണ്ടുപേരും കൂടെ കോൺവെർസേഷൻ ചെയ്യോ? സബീനയും നിഷയും താല്പര്യമുണ്ടോ? നിഷ, നിങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ, വേറെ ആരും ക്ലാസ്സിൽ ഉണ്ടാവില്ല. സോ ധൈര്യമായിട്ട് നിങ്ങൾക്ക് എന്ത് പൊട്ടത്തരം വേണമെങ്കിലും പറയാം. നിഷ റെഡിയാണോ? സബീനയ്ക്ക് കുഴപ്പമുണ്ടാവില്ല, റെഡി ആയിരിക്കും. ആണോ സബീന? ട്രൈ ചെയ്യാം. ഇപ്പൊ അല്ല നിഷ, ഇനി അടുത്ത ക്ലാസ്സില് ഓക്കെ ആണോ? ക്ലാസ്സിൽ ജോയിൻ ചെയ്യണം കേട്ടോ, രണ്ടുപേരും ജോയിൻ ചെയ്യണം. കാരണം ആദ്യത്തിൽ പ്രിപ്പയർ ചെയ്ത് വന്നിട്ട് നമുക്ക് നിങ്ങൾ തമ്മിൽ ഒന്ന് കോൺവെർസേഷൻ ചെയ്ത് നോക്കിയേ, രസമായിരിക്കും. ഓക്കെ, ട്രൈ ചെയ്യാം നമുക്ക്. അതിനിടയിൽ ഞാനും കൂടെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം. ഓക്കെ, ഞാൻ ഇതൊക്കെ നമ്മുടെ കോഴ്സിന് ഇതെല്ലാം ഇൻക്ലൂഡഡ് ആയിരുന്നു. ഗ്രൂപ്പ് ഡിസ്കഷൻ ഇതെല്ലാം ഉണ്ടായിരുന്നു. ഒരു നമ്മൾ ഡിബേറ്റ് പോലെ ഡിസ്കസ് ചെയ്യുക, സംസാരിക്കുക, കോൺവെർസേഷൻ, ഇതെല്ലാം ഓൾറെഡി ഇൻക്ലൂഡഡ് ആണ് കോഴ്സിൽ. പക്ഷെ സ്റ്റുഡൻസ് കുറവായത് കൊണ്ട് നമ്മൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അടുത്ത ക്ലാസ് പറയുമ്പോ നാളെയല്ല കേട്ടോ, മേ ബി നെക്സ്റ്റ് വീക്ക്. ഓക്കെ, അവർക്ക് നമുക്ക് ഏകദേശം കോൺവെർസേഷൻ സെറ്റ് ചെയ്യാം. അപ്പൊ നിഷയ്ക്കും നിഷയും പെട്ടെന്ന് റെഡിയാവും, ഓക്കെ ആവും, ഹെൽത്ത് ഓക്കെ ആവും. ഓക്കെ, അപ്പൊ ഇതെല്ലാം ഞാൻ പറഞ്ഞല്ലോ, ഇതെല്ലാം ചെയ്യിപ്പിക്കുന്നുണ്ടായിരുന്നു എനിക്ക്. കോഴ്സ് ഏകദേശം ഗ്രാമറും എല്ലാം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സംസാരിക്കണമല്ലോ. നമ്മൾ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കോഴ്സിൽ ഇംഗ്ലീഷ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അല്ലെ, സ്കിൽ ഡെവലപ്മെന്റ് ആണ്, ലാംഗ്വേജ് സ്കിൽ ഡെവലപ്മെന്റ് ആണ്. അപ്പൊ ലാംഗ്വേജ് സ്കിൽ വേണമെങ്കിൽ നമ്മൾ സംസാരിച്ചാൽ മാത്രമേ ആ സ്കില്ല് വരുള്ളൂ. അല്ലാതെ ഇതെല്ലാം പഠിച്ചിട്ട് കാര്യമില്ല. പഠിക്കണം, വേണ്ടെന്നല്ല, എല്ലാം പഠിക്കണം, അറിയണം. പക്ഷെ ഇതെല്ലാം ഇംപ്ലിമെന്റും ചെയ്യുകയും കൂടെ വേണം, എന്നാൽ മാത്രമേ നമുക്ക് സംസാരിക്കാൻ പറ്റൂ. അപ്പൊ ഇതെല്ലാം നമ്മൾ ഓൾറെഡി പ്ലാൻ ചെയ്ത കാര്യങ്ങളാണ്. ഗ്രൂപ്പ് ഡിസ്കഷൻ, കോൺവെർസേഷൻ, ഇതെല്ലാം പറഞ്ഞു. പക്ഷെ സ്റ്റുഡൻസ് കുറവായത് കൊണ്ട് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അതുകൊണ്ടാണ് നിങ്ങൾ റെഡി ആണെങ്കിൽ ഓക്കെ, നമുക്ക് ഇത് ചെയ്യാം. ക്ലാസ്സിൽ ജോയിൻ ചെയ്യണം. ഓക്കെ ആണോ? രണ്ടുപേരും കൂടെ ചോദിക്കില്ലേ, സബീന ആൻഡ് നിഷ. നിങ്ങള് വില്ലിംഗ് ആണെങ്കിൽ ഞാൻ ഓൾവേസ് റെഡി. ഓക്കെ, ഇതിൽ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. ഗ്രൂപ്പ് ഡിസ്കഷൻ ആകാം, ഗ്രൂപ്പ് ഡിസ്കഷൻ വേണ്ട, ഒരു എന്തെങ്കിലും പ്രസന്റേഷൻ ചെയ്യാം. ഇനിയിപ്പോ കോൺവെർസേഷൻ ആണ്, കോൺവെർസേഷൻ ചെയ്യാം. നിങ്ങൾ എന്താണോ പറയുന്നത് കാര്യത്തിൽ മുന്നോട്ട് പോകാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ടോപ്പിക് സെലക്ട് ചെയ്യണം. പ്രസന്റേഷൻ ആണെങ്കിൽ ടോപ്പിക് സെലക്ട് ചെയ്യണം. അതുപോലെ തന്നെ കോൺവെർസേഷൻ ആണെങ്കിലും ഒരു ഇൻസിഡന്റ് നമ്മൾ സെലക്ട് ചെയ്യണം, അല്ലെ? അപ്പൊ ആ രീതിയിൽ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്ത് വരാൻ പറ്റും. ഓക്കെ ആണോ രണ്ടുപേരും? ടോപ്പിക് മാം എന്ന് പറഞ്ഞാൽ മതി, അപ്പൊ അതനുസരിച്ച് നിങ്ങൾ പ്രിപ്പയർ ആവാം. ഏതാണ്, പ്രസന്റേഷൻ ആണോ അല്ലെങ്കിൽ കോൺവെർസേഷൻ ആണോ? അപ്പൊ അതിനനുസരിച്ച് പറയാം.
അത് നിഷയോട് കൂടി ചോദിക്കാം. നിഷ പറയൂ. നിഷ, പ്രസന്റേഷൻ വേണോ കോൺവെർസേഷൻ വേണോ? എന്തായാലും കുഴപ്പമില്ല മാം. ഇത് നല്ല ഇതാണ്. ഇങ്ങനെ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടം എന്താണോ അതിന് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നതാണ്. കോൺവെർസേഷൻ വേണോ പ്രസന്റേഷൻ വേണോ? ഏതാണ് നിങ്ങൾ കംഫർട്ടബിൾ ഏതാണ്? രണ്ടും ചെയ്യാം. ഫസ്റ്റ് ആദ്യം നമുക്ക് കോൺവെർസേഷൻ നോക്കാലോ. അത് കോൺവെർസേഷൻ ആണ്. ഓക്കെ, കോൺവെർസേഷൻ ഒരു എങ്ങനെയാ ഒരു ഇൻസിഡന്റ് എന്താ പറയാ, ഇൻസിഡന്റ് വേണമല്ലോ. നമ്മുടെ ഫാമിലിയെ പറ്റിയിട്ടുള്ള കോൺവെർസേഷൻ വേണമെങ്കിൽ ആവാമല്ലോ. ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ ഫാമിലീസിനെ പറ്റി, നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുമ്പോൾ പറയാൻ പറ്റുന്ന കാര്യങ്ങൾ. ഓക്കെ, പെട്ടെന്നൊരു സ്ട്രേഞ്ചേഴ്സ് ആയ രണ്ടുപേര് കണ്ടുമുട്ടുമ്പോൾ എന്തൊക്കെ ചോദിക്കുന്നു, അവരെന്തൊക്കെ റിപ്ലൈ ചെയ്യുന്നു, ആ രീതിയിൽ കോൺവെർസേഷൻ റെഡി ആക്കിയിട്ട് വരാം. നിങ്ങൾ ചെയ്യുമ്പോൾ ഗൂഗിളിൽ നോക്കി ചെയ്യരുത് കേട്ടോ. ഓക്കെ, ഒരിക്കലും അതാണ് ചെയ്യരുത്. അപ്പൊ ഓൺ ദ സ്പോട്ട് നിങ്ങൾക്ക് എന്തൊക്കെ ചോദിക്കാൻ പറ്റുമോ അതൊക്കെ ചോദിക്കാം. നിഷയ്ക്ക് അറിയാവുന്ന രീതിയിൽ നിഷ ആൻസർ ചെയ്യാം. ഓക്കെ, എന്താണെങ്കിലും തെറ്റിയാലും കുഴപ്പമില്ല, നിഷ അത് ആൻസർ ചെയ്യും. ഓക്കെ, ഇനി ഷമീന ഇപ്പൊ ജോയിൻ ചെയ്തിട്ടുള്ളൂ. ഷമീന ഇനി അങ്ങോട്ടുള്ള ക്ലാസ്സിൽ ജോയിൻ ചെയ്യോ? ഉറപ്പാണോ? ഓക്കെ, ഞങ്ങൾ ഇവിടെ സബീന, നിഷ കോൺവെർസേഷന് റെഡി ആയിട്ട് വരാന്ന് പറഞ്ഞു. ഇനി അങ്ങോട്ട് നമുക്ക് പ്രാക്ടിക്കൽ സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, കോൺവെർസേഷൻ ആണ് പറഞ്ഞിരിക്കുന്നത്. ആ കോൺവെർസേഷൻ ഉള്ളത് പ്രിപ്പയർ ചെയ്തിട്ട് വരാം. ഓൺ സ്പോട്ടിൽ ചോദിക്കുമ്പോൾ ആ രീതിയിൽ ആൻസർ പറയാം. അപ്പൊ അതിനനുസരിച്ചിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് വരാം. ഓക്കെ ആണോ ഷമീന? ക്ലാസ്സിലുണ്ടാവും. ടോപ്പിക് എന്താണ്? ടോപ്പിക് ഒരു സ്ട്രേഞ്ചേഴ്സ് ആയ രണ്ടുപേര് കണ്ടുമുട്ടുമ്പോൾ ഉണ്ടാകുന്ന കോൺവെർസേഷൻസ്. ഓക്കെ, നിങ്ങളെ സംബന്ധിച്ചോളം പരസ്പരം നിങ്ങൾക്ക് ആരെങ്കിലും അറിയോ? സപ്പോസ് അറിയില്ല, അറിയാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ് നിങ്ങൾ ചോദിക്കുക? ഇപ്പൊ എല്ലാവരും സ്ട്രേഞ്ചേഴ്സ് ആണ്, ക്ലാസ്സിലുള്ളവരെല്ലാവരും സ്ട്രേഞ്ചേഴ്സ് ആണ്, ആർക്കും പരസ്പരം ഒന്നും അറിയില്ല. സോ നിങ്ങൾ തന്നെ ചോദിക്കുന്ന കാര്യങ്ങൾ ആ ഒരു കോൺവെർസേഷൻ പോലെ നമുക്ക് ക്ലാസ്സിൽ പ്രസന്റ് ചെയ്യും. ഓക്കെ, ഷമിന ഐ തിങ്ക് നെക്സ്റ്റ് വീക്ക് ആയിരിക്കും നമ്മളത് സ്റ്റാർട്ട് ചെയ്യാം. നെക്സ്റ്റ് വെനസ്ഡേ. ഓക്കെ, അപ്പൊ ആ രീതിയിൽ പ്രിപ്പയർ ചെയ്ത് വരാം. ആരൊക്കെ ക്ലാസ്സിലുണ്ടോ അവരെ വെച്ചിട്ടായിരിക്കും നമ്മൾ കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ ആണോ? ഇനി അഥവാ പ്രിപ്പയർ ആയിട്ടില്ലെങ്കിൽ ജോയിൻ ചെയ്യാതിരിക്കരുത്, അങ്ങനെ മേടിച്ചിട്ട് വരാതിരിക്കണ്ട. ഓക്കെ, നിങ്ങൾ സംസാരിച്ചാൽ മാത്രമേ നമുക്ക് ആ രീതിയിൽ ഫ്ലുവന്റ് ആകാൻ പറ്റുള്ളൂ. ഓക്കെ ആണോ? ഇതേപോലെ ഓക്കെ റെഡി മാം, ഞാൻ വരാം മാം, ജോയിൻ ചെയ്യാം മാം എന്ന് പറഞ്ഞ് പോയി കഴിഞ്ഞാൽ പിന്നെ അവരെ കാണാറില്ല. അതുകൊണ്ടാണ് നിങ്ങളോട് പറയുന്നത്, പ്രാക്ടീസ് ചെയ്തില്ലെങ്കിൽ നോക്കിയാൽ നിങ്ങൾ ജോയിൻ ചെയ്യൂ. ഞാൻ മാക്സിമം സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റും നോക്കാം കോൺവെർസേഷൻ. അതെങ്കിലും നമുക്ക് നോക്കി വായിക്കാം. ഓക്കെ, അപ്പൊ ആ രീതിയിലും വരാം. അപ്പൊ അതിന്റെ പേരിൽ ജോയിൻ ചെയ്യാതിരിക്കണ്ട. ഓക്കെ, ഓക്കെ, നമ്മൾ അടുത്ത ക്ലാസ്സിലും കൂടെ അടുത്ത ക്ലാസ്സിൽ നമുക്ക് എക്സ്പ്രഷൻസ് കംപ്ലീറ്റ് ചെയ്യാം. എക്സ്പ്രഷൻസ് കംപ്ലീറ്റ് ചെയ്യാം. ഒരു 2-3 കൂടെ എഴുതിക്കോളൂ. able to mean ചെയ്യാൻ കഴിവുള്ള. ഏബിൾ മീൻസ് നമുക്ക് ചെയ്യാൻ ഒരു കഴിവാണല്ലോ, ആ രീതിയിലാണ് വരാം. അപ്പൊ able to. able to subject plus able to plus V1. subject plus able to plus V1. പിന്നെ നെഗറ്റീവ് വരുന്നത് not able to. അതറിയുള്ളൂ. ഓക്കെ, not able to എന്ന് പറയുമ്പോൾ നെഗറ്റീവ് ആയിട്ട് വരും. able to പോസിറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് not able to. I'm not able to speak in English. കഴിഞ്ഞിട്ടല്ലേ able to plus able to plus V1. ഓക്സിലറി ഉണ്ടാവും കേട്ടോ. ഓക്സിലറി ഉണ്ടേ, എഴുതിക്കോളൂ. ഓക്സിലറി ഉണ്ട്. am is are. കാരണം I am എന്ന് പറയണല്ലോ. Subject plus auxiliary plus is am are plus able to plus V1. Subject plus is am are plus able to plus V1.
ഓക്കെ, അപ്പോ ഐ എം ഏബിൾ ടു സ്പീക്ക് ഇംഗ്ലീഷ്. എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള കഴിവുണ്ട്. എനിക്ക് സംസാരിക്കാം. കഴിവുണ്ട്, ആ കഴിവിനാണ് ഏബിൾ ടു പറയാ. അപ്പൊ ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റും. ആ ഒരു ഇതിൽ ഇവിടെ ഐ ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാലും മിസ്റ്റേക്ക് ഇല്ല, കറക്റ്റ് ആണ്. ഏബിൾ എന്ന് പറഞ്ഞാലും മിസ്റ്റേക്ക് ഇല്ല. രണ്ടും നമുക്ക് എന്താണ് സെയിം മീനിങ് ആണ് തരുന്നത്. ഓക്കെ, അപ്പൊ ഐ എം നോട്ട് ഏബിൾ ടു സ്പീക്ക് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള കഴിവില്ല എന്നാണ്. ഓക്കെ, അപ്പൊ ഐ എം ഏബിൾ ടു സ്പീക്ക് ഇംഗ്ലീഷ്. അല്ലെങ്കിൽ വി ആർ ഏബിൾ ടു ലുക്ക് ആഫ്റ്റർ അവർ പാരന്റ്സ്. മിക്കവരെ നോക്കാനുള്ള കഴിവുണ്ട്, ആ ഒരു മീനിങ് ആണ്. ഓക്കെ, ഇത്രയൊക്കെ ഉള്ളൂ. ഇനി അടുത്തൊരു എക്സ്പ്രഷൻ ഏതാ? ഹാസ് ഓർ ഹാവ് പ്ലസ് സബ്ജക്ട് പ്ലസ് എവർ പ്ലസ് V3. ഹാസ് ഓർ ഹാവ് പ്ലസ് സബ്ജക്ട് പ്ലസ് എവർ, EVER, ever plus V3. Subject plus, sorry, has or have plus subject plus ever plus V3. എന്തെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ടോ? ആ ഒരു മീനിങ് ആണ്. എന്തെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ടോ? ഹാവ് യു എവർ ടോക്ക് ടു ഹിം? നീ അവനോട് എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ? അപ്പൊ എന്തെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്നൊരു മീനിങ് ആണ് ഈ ഹാസ് ഓർ ഹാവ് പ്ലസ് സബ്ജക്ട് പ്ലസ് എവർ പ്ലസ് V3 എന്ന് പറയുന്ന സ്ട്രക്ചറിന്റെ മീനിങ് വരും. ഓക്കെ, അപ്പോ ഹാവ് യു എവർ ടോക്ക് ടു ഹിം? നീ എന്തെങ്കിലും അവനോട് സംസാരിച്ചിട്ടുണ്ടോ? അപ്പോ സിംഗുലർ സബ്ജക്റ്റ് ആണെങ്കിൽ നമ്മൾ ഹാസും, പ്ലൂറൽ സബ്ജക്റ്റ് ആണെങ്കിൽ നമ്മൾ ഹാവ് ആണ് യൂസ് ചെയ്യുക. കിട്ടിയിട്ടില്ല. ഓക്കെ, ചെയ്യാം. Has or have plus subject plus ever plus V3. Have you ever talked to him? നീ എന്തെങ്കിലും അവരോട് സംസാരിച്ചിട്ടുണ്ടോ? Have you ever read it? നീ എന്തെങ്കിലും ഇത് വായിച്ചിട്ടുണ്ടോ? Has he ever helped you? അവൻ എന്തെങ്കിലും നിന്നെ സഹായിച്ചിട്ടുണ്ടോ? Okay, has he ever helped you? അവൻ എന്തെങ്കിലും നിന്നെ സഹായിച്ചിട്ടുണ്ടോ? Have you ever read it? നീ എന്തെങ്കിലും അത് വായിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ have you ever read that book? എന്ന് വെച്ചാൽ നീ ആ ബുക്ക് എന്തെങ്കിലും വായിച്ചിട്ടുണ്ടോ? ഓക്കെ, അപ്പൊ ആ ഒരു മീനിങ്ങിലാണ് ഹാവ് യു എവർ, ഹാസ് യു എവർ എന്നൊക്കെ ചോദിക്കാം. ഓക്കെ, അടുത്ത എഴുതാം. ഇറ്റ്സ് ടൈം ടു. ഇറ്റ്സ് ടൈം ടു പ്ലസ് V1. ഇറ്റ്സ് ടൈം ടു പ്ലസ് V1. ഒരു പ്രവൃത്തി ചെയ്യാനുള്ള സമയമായി എന്നൊരു മീനിങ് ആണ്. ഇറ്റ്സ് ടൈം ടു പ്ലസ് V1. ഇറ്റ്സ് ടൈം ടു പ്ലസ് V1. ഒരു പ്രവൃത്തി ചെയ്യാനുള്ള സമയമായി. ഇറ്റ്സ് ടൈം ടു വൈൻഡ് അപ്പ് ദ ഫംഗ്ഷൻ. അല്ലെങ്കിൽ പറയാം ഇറ്റ്സ് ടൈം ടു വൈൻഡ് അപ്പ് ദി ക്ലാസ്. It's time to wind up today's class. ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാനുള്ള സമയമായി. It's time to wind up today's class. It's time to wind up the function. It's time to get up and start work. It's time for me to revise the lessons. It's time for me to revise the lessons. Lessons revise ചെയ്യാനുള്ള സമയമായി. It's time for me to revise the lessons. It's time for me to revise the lessons. It's time to wind up the function. It's time to get up and start the work. ഒരു പ്രവൃത്തി ചെയ്യാനുള്ള സമയമായി എന്നൊരു മീനിങ്ങിലാണ് it's time to plus V1 എന്ന് പറയുന്നത്. ഓക്കെ,
ഇപ്പൊ it's time 2 plus v1 പറഞ്ഞു. അടുത്തത് it's time plus v2. It's time plus v2. Structure subject plus it's time plus v2. സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നാണ് മീനിങ്. Subject plus subject അല്ലേ. It's time plus subject plus v2 ആണ്. Sorry, it's my mistake. It's time plus subject plus v2. സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നാണ്. It's time you gave up smoking. ഈ സ്മോക്കിംഗ് അവസാനിപ്പിക്കാനുള്ള സമയം അതിക്രമിച്ചിരിക്കുന്നു. It's time you gave up smoking. It's time we start the functions. Function start ചെയ്യാനുള്ള സമയം അതിക്രമിച്ചിരിക്കുന്നു. It's time we started the function. It's time we started the function. It's time she informed us. അവരെ ഇൻഫോം ചെയ്യാനുള്ള സമയം അവള് ഞങ്ങളെ ഇൻഫോം ചെയ്യാനുള്ള സമയം അതിക്രമിച്ചിരിക്കുന്നു. It's time she informed us. It's time she informed us. Okay, is it finished? Yes. Okay, next, how long plus has or have plus, how long plus has or have plus, subject plus, being plus, verb ing. How long plus has or have plus, subject plus, being plus, verb ing. Okay. Has or have plus, how long plus has or have plus, subject plus, being plus, verb ing. എത്ര കാലമായിട്ട് അങ്ങനെ ചെയ്യുന്നു എന്നൊരു മീനിങ് ആണ്. എത്ര കാലമായിട്ട് അങ്ങനെ ചെയ്യുന്നു. How long has she been studying here? അവൾ എത്ര കാലമായിട്ട് ഇവിടെ പഠിക്കുന്നു. How long has she been studying here? How long has she been studying here? Okay, how long has she been studying here? അവൾ എത്ര കാലമായിട്ട് ഇവിടെ പഠിക്കുന്നു. How long has he been working with you? How long has he been working with you? Working with you. അവൻ എത്ര കാലമായിട്ട് നിന്നോടൊപ്പം ജോലി ചെയ്യുന്നു. How long has he been working with you? Okay, അപ്പൊ ഈ രീതിയിലാണ് ട്രാൻസ്ഫർ. Okay, the last one is next expression is do or does or did plus s subject plus v1. Do or does or did plus subject plus v1. Do or does or did plus subject plus v1. Do you read a lot? പ്രവൃത്തികളെ കുറിച്ച് ചോദിക്കുക എന്നാണ് ഇതിന്റെ മീനിങ് വരാം. ചെയ്യുന്ന ഒരു പ്രവൃത്തിയെ കുറിച്ചാണ് ചോദിക്കുക. അതില് പ്രസന്റ് ടെൻസില് സിംഗുലർ സബ്ജക്റ്റിന് കൂടെയാണ് നമ്മൾ ഡസും പ്ലൂറൽ സബ്ജക്റ്റിന് കൂടെയാണ് ഡൂം യൂസ് ചെയ്യുന്നു. അത് പാസ്റ്റ് ആണെങ്കിൽ ഏത് സബ്ജക്റ്റിനെ കൂടെയും നമുക്ക് ഡിഡ് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഡു യു റീഡ് എ ലോട്ട്? നീ ഒരുപാട് വായിക്കോ? ഡു യു റീഡ് എ ലോട്ട്? Does he come here? Does he come here? Did you speak English? English സംസാരിക്കോ? ഒരു മീനിങ് അവർ ഫസ്റ്റ് ഡിഡ് യു സ്പീക്ക് ഇംഗ്ലീഷ്. അപ്പൊ ആ രീതിയിലാണ് എന്താണ് എക്സാമ്പിൾസ് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, സോ കഴിഞ്ഞല്ലോ. എല്ലാവരും എനിക്ക് കഴിഞ്ഞില്ലേ? ഡൗട്ട് ഒന്നുമില്ലല്ലോ? ക്ലിയർ ആണല്ലോ? റെസ്പോണ്ട് ചെയ്യൂ.
Is it clear or not? Understood? Okay. So stand to end today's class. Yeah. Okay. Thank you. Thank you all. See you on the next class. Bye. Thank you, ma'am.